ഇ.പി. ജയരാജന്റെ എന്ന പേരിൽ പുറത്തു വന്ന ആത്മകഥ കട്ടൻ ചായയും പരിപ്പുവടയും. ആ പേരിൽ തന്നെ ദുരൂഹതയുണ്ട്. ദൂരെ നിന്ന് നോക്കിയാൽ തന്നെ അറിയാം മൊത്തം ഒരു ഫാബ്രിക്കേറ്റ് ചെയ്ത കെട്ടിച്ചമച്ചതാണ് ഈ ആത്മകഥ എന്ന്. അത് വെറുതെ പറയുന്നതല്ല, കൃത്യമായ കാരണങ്ങളുണ്ട്. ഇ.പി. ജയരാജൻ പറയുന്നു ആസൂത്രിതമായി നടന്ന ഗൂഢാലോചനയാണ് എന്ന്. പക്ഷേ അങ്ങനെയല്ല എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് കേരളത്തിൽ. അവർ പറയുന്ന ന്യായങ്ങളുണ്ട്. ഒന്ന്, ഇ.പി. ജയരാജൻ ആത്മകഥ എഴുതുന്നുണ്ട് എന്ന്. രണ്ട്, DC പോലെയുള്ള പ്രസാധക കമ്പനി, പ്രധാനപ്പെട്ട കേരളത്തിലെ അറിയപ്പെടുന്ന പ്രസാധക കമ്പനി, വളരെ ഏറെ ചരിത്രമുള്ള പ്രസാധക കമ്പനി, ഇങ്ങനെ ഇ.പി. ജയരാജൻ അറിയാതെ പുസ്തകം പ്രസിദ്ധീകരിക്കുമോ? ഈ ചോദ്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് സംശയങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ഇ.പി. ജയരാജനും അത് പറയുന്നുണ്ട്. ഇത് അന്വേഷിക്കണം, നിയമ നടപടി സ്വീകരിക്കണം എന്ന്. പോലീസിൽ പരാതി നൽകും എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. ഗൂഢാലോചന അന്വേഷിക്കാൻ പോലീസിനെ സമീപിച്ചാൽ സ്വാഭാവികമായും പോലീസ് എല്ലാ വശവും അന്വേഷിക്കും. എന്താണ് സത്യമെന്ന് അറിയാൻ കഴിയും. ഒരു മാനനഷ്ട കേസിൽ ഒതുങ്ങുകയാണെങ്കിൽ സംശയിക്കേണ്ടിയിരിക്കും. സംശയം വേണ്ട, ഇ.പി. ജയരാജനും കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത് എന്ന സംശയത്തിലേക്ക് കാര്യങ്ങൾ വരും മാനനഷ്ട കേസാണെങ്കിൽ. അതുകൊണ്ട് തന്നെയാണ് കേസ് കൊടുക്കാൻ, പോലീസ് കേസ് കൊടുക്കാൻ, പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് CPIM-ഉം ഇ.പി. ജയരാജനും എത്തിയത് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേസ് കൊടുത്താൽ മാത്രമേ നമുക്ക് കൊടുത്തു എന്ന് പറയാനും കഴിയുകയുള്ളൂ. ഏതായാലും ദുരൂഹതയുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. എന്തൊക്കെയാണ് ദുരൂഹത? ഒന്ന്, ഇലക്ഷൻ ദിവസം പുറത്തു വന്നു എന്നത്. ഇലക്ഷൻ ദിവസം, വോട്ടെടുപ്പ് ദിവസം ആത്മകഥ പുറത്തു വരുന്നു. അങ്ങനെ ആത്മകഥ പുറത്തു വരുന്നു എന്ന് മാത്രമല്ല, 10:00 എല്ലാ പുസ്തകശാലയിലും ഈ ആത്മകഥ എത്തും എന്ന് പറയുന്നു. അതോടൊപ്പം ഇതിൽ രാഷ്ട്രീയമായുള്ള സൂചനകൾ, അതിൻ്റെ പേജുകൾ പുറത്തു വരുന്നു. അതിൽ പ്രധാനമായും സരിനെ കുറിച്ചുള്ള പരാമർശം പുറത്തു വരുന്നു. കേരള രാഷ്ട്രീയത്തിൽ CPM-ഉം ഇ.പി. ജയരാജൻ തമ്മിലുള്ള തർക്കമൊക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ. ആ തർക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുന്നു. എന്ന് വെച്ചാൽ ഇലക്ഷൻ ദിവസം ബോധപൂർവം ചർച്ചയുണ്ടാക്കണം. ആ ചർച്ചയുടെ ഗുണഭോക്താക്കൾ ആരാണ്? പ്രതിപക്ഷമാണ്, BJP ആണ്. അതുകൊണ്ട് അവർ ഇതിന് പിറകിൽ കളിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരും. അതുകൊണ്ട് തന്നെയാണ് ഇലക്ഷൻ ദിവസം എന്തിന് ഇത് പുറത്തു വന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം രാഷ്ട്രീയമായി വളരെ നിർണായകമാണ്. ആരാണ് ഇതിന് പിറകിൽ കളിച്ചത് എന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇ.പി. ജയരാജൻ പൂർണ്ണമായും നിഷേധിക്കുന്നു. ഈ വാർത്ത പുറത്തു വന്ന ഉടനെ തന്നെ ഇ.പി. ജയരാജൻ അതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിഷേധിക്കുന്നു. ഇത് എൻ്റെ ആത്മകഥയല്ല, ഇത് ഞാൻ എഴുതിയ ആത്മകഥയല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതോടുകൂടി DC ബുക്സ് ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ഉണ്ട്. ഇങ്ങനെ പുസ്തകം വരുന്നു, എല്ലാ ദുരൂഹതകൾക്കും മറുപടി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുസ്തകത്തിൻ്റെ കവറടക്കം കൊടുത്ത ഒരു പോസ്റ്റ് ഉണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ആ പോസ്റ്റ് വന്നത്. ആ പോസ്റ്റ് പിൻവലിച്ച് പുസ്തക പ്രസാധനം മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ആരാണ് പറയുന്നത്? DC ബുക്സ് ആണ്. DC ബുക്സിന് ഒരു ചരിത്രമുണ്ട്. അവർ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചാൽ അതിൽ ഉറച്ചു നിന്നിട്ടുണ്ട്. ഇതിനേക്കാളും വിവാദമായ സ്വപ്ന സുരേഷിൻ്റെ സ്വർണ്ണക്കള്ളക്കണക്ക്, ഇതിനേക്കാളും വിവാദമായ ശിവശങ്കരൻ്റെ ആത്മകഥയുണ്ട്, അശ്വത്ഥാമാവ് വെറും ഒരു ആന എന്ന് പറഞ്ഞ പുസ്തകം. ആ പുസ്തകത്തിലെ പരാമർശം ഈ കേരളത്തെ പിടിച്ചുകുലുക്കിയതാണ്, ഭരണകൂടത്തെ പിടിച്ചുകുലുക്കിയതാണ്, പിണറായി സർക്കാരിനെ പിടിച്ചുകുലുക്കിയതാണ്. അപ്പോൾ പോലും അതിൽ നിന്ന് ഒരടി പോലും പിറകോട്ട് പോകാൻ, ആ പുസ്തകത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ഒരടി പോലും പിറകോട്ട് പോകാൻ DC ബുക്സ് തയ്യാറായില്ല. അത് നാം ആലോചിച്ച് നോക്കണം. മീശ എന്ന നോവലിനെ കുറിച്ചുള്ള വിവാദം വന്നപ്പോൾ, മാതൃഭൂമിയിൽ നോവൽ പ്രസിദ്ധീകരിക്കുന്നത് നിർത്തിവെച്ചപ്പോൾ, പിൻവലിച്ചപ്പോൾ, ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തൻ്റെ ഇടം കാണിച്ച പുസ്തക പ്രസാധക കമ്പനിയാണ് DC ബുക്സ്. ആ DC ബുക്സ് എന്തിന് പെട്ടെന്ന് ഒരു ചെറിയ 2 വാർത്ത വന്ന ഉടനെ ആ വാർത്ത അല്ലെങ്കിൽ ആ നിലപാടിൽ നിന്ന് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞ നിലപാടിൽ നിന്ന് പുറകോട്ട് പോയി? എന്തിന് അത്തരമൊരു ഫേസ്ബുക്ക് ഇട്ടു? ഫേസ്ബുക്കിൽ അവർ കൊടുത്ത പരസ്യം എന്തിന് പിൻവലിച്ചു എന്ന ചോദ്യം ഉയരുന്നുണ്ട്. സ്വാഭാവികമായി നമുക്കറിയാം, ഇത്തരമൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന ഘട്ടത്തിൽ പ്രസാധക കമ്പനിയും എഴുത്തുകാരനും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാകും. ആ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. എത്ര കോപ്പി അടിക്കണം, എത്രയായിരിക്കണം എഴുത്തുകാരന് കൊടുക്കേണ്ട തുക, എത്രയായിരിക്കണം പ്രസാധകന് ലഭിക്കേണ്ട തുക എന്ന് സംബന്ധിച്ചൊക്കെയുള്ള കണക്കുകളും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെട്ടതാണ് എഗ്രിമെന്റ്. ആ എഗ്രിമെന്റ് എന്തുകൊണ്ട് DC ബുക്സ് പ്രസിദ്ധീകരിക്കുന്നില്ല? എഗ്രിമെന്റ് ഇല്ലാതെയാണോ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞത്? ഈ ചോദ്യം പ്രസക്തമാണ്. ഇ.പി. ജയരാജൻ പറഞ്ഞത് കള്ളമാണ് എങ്കിൽ DC ബുക്സ് എഗ്രിമെന്റ് പ്രസിദ്ധീകരിക്കണം. ഇ.പി. ജയരാജനും ഞങ്ങളും തമ്മിൽ ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ട് എന്ന് പറയണം. അത് പുറത്തിറക്കണം.
നിലപാട് പറയണം ഡി സി ബുക്സ്. ഒളിച്ചോടുകയല്ല വേണ്ടത്. ഒളിച്ചോടുന്നുണ്ടെങ്കിൽ ഇതിന് പിറകിൽ തട്ടിപ്പുണ്ട്, ഗൂഢാലോചനയുണ്ട്. ഡി സി ബുക്സ് പോലെയുള്ള സ്ഥാപനം അതിന് കൂട്ടുനിന്നു. അതുകൊണ്ട് തന്നെയാണ് ഡി സി ബുക്സ് DCC ആണോ, ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റിയാണോ എന്ന ചോദ്യം സോഷ്യൽ മീഡിയ ഉയർത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഇതൊരു വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയിട്ടുണ്ട്. പി ജയരാജന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ തീരുമാനിക്കുന്ന ഒരു കാര്യമായി ഇത് മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഘട്ടത്തിൽ സ്വാഭാവികമായും എന്താണ് ഇതിൻ്റെ പിറകിൽ നടന്ന കാര്യങ്ങൾ എന്നത് സംബന്ധിച്ച് വ്യക്തമാക്കേണ്ടത് ഡി സി ബുക്സ് ആണ്. ഡി സി ബുക്സ് അതിന് തയ്യാറാകുന്നില്ല. ഈ വാർത്ത ആദ്യം പ്രസിദ്ധീകരിച്ചത് ഒരു ഇംഗ്ലീഷ് പത്രമാണ്. ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് ആദ്യം വാർത്ത വന്നത്. അതിനുശേഷം ഇന്നാണ് എല്ലാ മാധ്യമങ്ങളും ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത്. മാധ്യമങ്ങൾക്ക് കൃത്യം പുസ്തകത്തിൻ്റെ പേജ് ലഭിച്ചു. ആ പേജ് കൃത്യം രാഷ്ട്രീയ ഉദ്ദേശത്തോടെ പുറത്തുവിട്ട പേജുകളാണ്. അതിൽ പറയുന്ന കാര്യങ്ങളാണ് വാർത്തയായി മാറുകയും ചെയ്തത്. എവിടെ നിന്ന് കിട്ടി ഈ പേജ്? എവിടുന്നാണ് മാധ്യമങ്ങൾക്ക് ഇത് ലഭിച്ചത്? കോട്ടയത്ത് നിന്നാണ് ഇത് പുറത്തു പോയത് എന്ന് കേൾക്കുന്നു. അത് എങ്ങനെയാണ്? അവിടെയുള്ള ഡി സി ബുക്സിലുള്ള തമ്മിലടിയും ഇതിനകത്ത് പ്രതിഫലിച്ചിട്ടുണ്ടോ, ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ടോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഒരു പ്രമുഖ മാധ്യമപ്രവർത്തകന്റെ ഭാര്യ ആ സ്ഥാപനത്തിൽ ജോലിക്കാരിയാണ് എന്നും അവരാണ് ഈ പുസ്തകത്തിന്റെ ഭാഗങ്ങൾ പുറത്തുവിട്ടത് എന്ന ചർച്ചകൾ ഇതിനകം തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് എന്തിന് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയേണ്ടത് ഡി സി ബുക്സ് തന്നെയാണ്. ഡി സി ബുക്സ് എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു? ഡി സി ബുക്സിന്റെ എല്ലാ നീക്കങ്ങളും ദുരൂഹതയിൽ നിൽക്കുന്നത് എന്തുകൊണ്ട്? അതുകൊണ്ട് ഡി സി ബുക്സ് അവരുടെ നിലപാട് വ്യക്തമാക്കണം. എന്താണ് നടന്നത്, എന്താണ് ഇതിന് പിന്നിൽ എന്ന്. പി ജയരാജനെ പോലെയുള്ള ഒരാൾ ഒരു പുസ്തകം എഴുതുന്നു, ഒരു ആത്മകഥ എഴുതുന്നു. അതൊരു സുപ്രഭാതത്തിൽ 10:00 എല്ലാ പുസ്തകശാലകളിലും ലഭിക്കും എന്ന് പറയുകയാണോ ചെയ്യേണ്ടത്? പി ജയരാജൻ തന്നെ ചോദിക്കുന്നു, ഞാൻ എഴുതിയ എൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുമ്പോൾ ഞാൻ അറിയേണ്ടേ എന്ന ചോദ്യമാണ് പി ജയരാജൻ ചോദിക്കുന്നത്. പി ജയരാജൻ അത് അറിഞ്ഞിട്ടില്ല എങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? പി ജയരാജനെ പോലെയുള്ള ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ അത് വലിയൊരു ചടങ്ങായി മാറുമല്ലോ. എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും അവിടെ പങ്കെടുക്കുമല്ലോ. അവരെല്ലാം ഈ പുസ്തകത്തെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുമല്ലോ. അങ്ങനെ വലിയ ചടങ്ങായി സംഘടിപ്പിക്കാതെ ഒരു ദിവസം ആരോ ഒരാൾ എഴുതിയ ഒരു ആത്മകഥ പോലെ എങ്ങനെ പുസ്തകശാലയിൽ 10:00 എത്തും എന്ന് മാധ്യമങ്ങൾ വഴി പുറത്തു പറഞ്ഞു. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടേണ്ടതുണ്ട്. ആ ഉത്തരം പറയേണ്ടത് ഡി സി ബുക്സ് ആണ്. എന്തുകൊണ്ട് ഡി സി ബുക്സ് അത് പറയുന്നില്ല? ഡി സി ബുക്സ് BJP-യുമായി ചേർന്നോ കോൺഗ്രസുമായി ചേർന്നോ രാഷ്ട്രീയ കളി കളിച്ചോ? അവിടെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഡി സി ബുക്സ് ആണ് അതിന് ഉത്തരവാദി. അത് എന്തുകൊണ്ട് ഡി സി ബുക്സ് പറയുന്നില്ല? എന്തുകൊണ്ട് ഡി സി ബുക്സ് ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും വെബ്സൈറ്റിൽ നിന്നും ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിൻവലിച്ച് ഒളിച്ചോടി? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകേണ്ടതുണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ പറയുമോ എന്നതാണ് അറിയാനുള്ളത്. അതിനു മുമ്പ് തന്നെ കേസ് കൊടുക്കും എന്ന നിലപാടിലേക്ക് പി ജയരാജൻ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ പുറത്തു പറയുകയുള്ളൂ ഡി സി ബുക്സ് എന്ന നിലയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്ന ചോദ്യമൊക്കെ അവശേഷിക്കുന്നു. അതുകൊണ്ട് തന്നെ കേരളീയ സമൂഹത്തിന് മുന്നിൽ ഡി സി ബുക്സ് സംശയത്തിന്റെ നിഴലിലാണ്. ആ സംശയം ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം ഡി സി ബുക്സിനാണ്. ഇതില്ലെങ്കിൽ ഒരു സംശയവും വേണ്ട, ഇവിടെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഡി സി ബുക്സ് നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്, ഡി സി ബുക്സ് ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റി DCC ആയി മാറിയോ എന്ന്. അങ്ങനെ മാറിയില്ല. ഞങ്ങൾക്ക് ചരിത്രവും പാരമ്പര്യവുമുള്ള ഒരു പുസ്തക പ്രസിദ്ധീകരണശാലയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡിഗ്നിറ്റി ഉണ്ട്, നമ്മളത് ഉയർത്തിപ്പിടിക്കും. അത് ആവർത്തിച്ച് ഉറപ്പിക്കാനുള്ള അവസരവും കൂടിയാണ് ഡി സി ബുക്സിന്. അങ്ങനെ ഡി സി ബുക്സ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ ഡി സി ബുക്സ് ഉത്തരം പറയേണ്ടി വരും ഒരു രാഷ്ട്രീയ നേതാവിനെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിച്ചതിൽ. ഒരു ഇലക്ഷൻ ദിവസം ഒരു വ്യാജ ആത്മകഥ പ്രസിദ്ധീകരിച്ച് രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം ഗൂഢാലോചന നടത്തി രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി എന്ന ഒരു പേരുദോഷം, വെറും പേരുദോഷമല്ല, നാണക്കേട്. ആ നാണക്കേടിന് മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരും ഡി സി ബുക്സിൻ്റെ ഭാരവാഹികൾ എന്ന കാര്യം സംശയമേ ഇല്ല. അതല്ലെങ്കിൽ ഡി സി ബുക്സ് ഇന്ന് തന്നെ എന്താണ് യാഥാർത്ഥ്യമെന്ന് പറയാൻ തയ്യാറാകണം.